ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മഞ്ഞപ്പട TV. സോ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്റ്റേഡിയത്തിലാണ്, നമ്മുടെ ഹോം ഗ്രൗണ്ടായ കൊച്ചി സ്റ്റേഡിയത്തിലാണ്. അറിയാലോ, നമ്മൾ കുറേ കാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു മാച്ചായിരുന്നു മുംബൈ ആയിട്ടുള്ള ഹോം മത്സരം. അങ്ങനെ ആ ഒരു മാച്ച് വന്നെത്തിയിരിക്കുകയാണ്. സോ നമുക്കറിയാം മുംബൈയിൽ എന്തൊക്കെയായിരുന്നു സംഭവിച്ചത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം അതിനൊരു പ്രതികാരം അല്ലെങ്കിൽ അതിനൊരു മറുപടി എന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഹോമിൽ മുംബൈ കളിക്കാൻ വരുമ്പോൾ കൊടുക്കണം എന്നുള്ളത് കുറേ കാലങ്ങളായിട്ട് കാത്തുവെച്ചൊരു കാര്യമായിരുന്നു. സോ മഞ്ഞപ്പട ആ ഒരു കാര്യത്തിൽ ഒട്ടും എന്താ പറയുക, എല്ലാവിധ തയ്യാറെടുപ്പുകളും കൂടി മഞ്ഞപ്പട റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇന്ന് എന്തായാലും മുംബൈ ഒരു നരകതുല്യമായ ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കും കളിക്കാൻ പോകുന്നത്. കൂടാതെ ഇന്നത്തെ മാച്ചിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ കളിയുടെ ഒരു ദിവസം മുന്നേ തന്നെ മുഴുവൻ ടിക്കറ്റുകളും സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പം നിറഞ്ഞ ഗാലറിയിലായിരിക്കും ഇന്നത്തെ മത്സരം നടക്കാൻ പോകുന്നത്. കൂടാതെ മഞ്ഞപ്പട നോർമലി ഈസ്റ്റ് ഗാലറിയിലാണ് മഞ്ഞപ്പട ആക്ടിവിറ്റീസ് ചെയ്യാറും ചാൻഡ് ചെയ്യാറും കാര്യങ്ങളൊക്കെ ചെയ്യാറും. പക്ഷേ ഈ ഒരു മാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാച്ചിന് മഞ്ഞപ്പട മെമ്പേഴ്സ് ഈസ്റ്റ് ഗാലറിക്ക് പുറമെ നോർത്ത്, സൗത്ത്, വെസ്റ്റ് എന്നീ ഗാലറികളിൽ കൂടെ ഉണ്ടാവും. അപ്പം ഈ ഗാലറിയിൽ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ജസ്റ്റ് കുറച്ച് മഞ്ഞപ്പട മെമ്പേഴ്സ് അല്ലെങ്കിൽ അവിടെ പോയി ഇരിക്കുക എന്നതിലുപരി ഈസ്റ്റ് ഗാലറിയിൽ എങ്ങനെയാണോ ചാൻഡ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ വെസ്റ്റിലും സൗത്തിലും നോർത്തിലും ചാൻഡ് ചെയ്യാനും ബാനറുകൾ ഒരുക്കാനും ടിഫോ ചെയ്യാനും ഒക്കെ മഞ്ഞപ്പട തയ്യാറെടുത്ത് കഴിഞ്ഞു. അപ്പം എന്താ പറയുക, നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് അവർ ഹോം യുവർ ഹെൽ എന്ന് പറയുന്നതുണ്ട്. എവേ ടീമിനോട് നമ്മൾ അങ്ങനെ ഒരു കാര്യം പറയാറുണ്ട്. അപ്പം അക്ഷരാർത്ഥത്തിൽ ഇന്നത്തെ മാച്ചും ഇന്നത്തെ ഒരു അറ്റ്മോസ്ഫിയറും മുംബൈക്ക് ശരിക്കും ഒരു നരകതുല്യമായിരിക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും മഞ്ഞപ്പട നടത്തി കഴിഞ്ഞു. മഞ്ഞപ്പട എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ആളുകളല്ല, ബ്ലാസ്റ്റേഴ്സിനെ സ്നേഹിക്കുന്ന, ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാൻ സ്റ്റേഡിയത്തിലേക്ക് വരുന്ന ഓരോ ആളും മഞ്ഞപ്പടയാണ്. അതുകൊണ്ട് തന്നെ മഞ്ഞപ്പടേൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഈസ്റ്റ് ഗാലറി മാത്രം ഒതുങ്ങിപ്പോവാതെ അത് സൗത്തിലേക്കും നോർത്തിലേക്കും വെസ്റ്റ് ഗാലറിയിലേക്കും ഒക്കെ എത്തുന്നു എന്നുള്ളത് നല്ലൊരു സൂചനയാണ്. നമ്മുടെ സ്റ്റേഡിയം മൊത്തം ഒന്നായി ചാൻഡ് ചെയ്യുന്നതും എതിർ ടീമിന് ഇവിടെ വന്ന് കളിക്കാൻ ഒരു ഭയക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഫുട്ബോൾ മത്സരത്തിൽ. സോ എന്താ പറയുക, ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഈ ഒരു മാച്ചിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ എല്ലാ ഗാലറിയും ഒരേപോലെ മഞ്ഞപ്പട സ്റ്റാൻഡിൽ ചെയ്യുന്നത് പോലെ ആ രീതിയിലേക്ക് ചാൻഡിങ്ങും ആ ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ശരിക്കും എന്താ പറയുക, ഒരു മുംബൈ കളിക്കാൻ വിറയ്ക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് ഈ ഒരു മാച്ചിനെ കൊണ്ടുപോകാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ മാച്ചിന് വേണ്ടിയിട്ടുള്ള ടിഫോയും മറ്റു കാര്യങ്ങളും നമ്മൾ ഇന്നലെ രാത്രി തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി സ്റ്റേഡിയത്തിനുള്ളിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മാച്ചിൽ ഈസ്റ്റ് ഗാലറിക്ക് പുറമെ നോർത്തിലും സൗത്തിലും വെസ്റ്റിലും ഒക്കെ നമ്മൾ ടിഫോയും ബാനേഴ്സും ഒക്കെ ചെയ്യുന്നുണ്ട്. സോ അത് നോർമലി നമ്മളെ മാച്ച് ഉണ്ടാവുന്നേക്കാളും കുറച്ച് ഇരട്ടി പണിയായിരുന്നു ഈ ഒരു മാച്ചിന്. കാരണം എല്ലാ ഗാലറിയിലും ടിഫോ ചെയ്യാനുള്ളതുകൊണ്ട് ഈ സംഭവം താഴെ നിന്ന് മേലെ ഗാലറിയുടെ മുകളിൽ എത്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് പണിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഇന്നലെ രാത്രി തന്നെ വന്ന് നമ്മളെ കുറേ പേര് എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി അത് മുകളിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കുറച്ച് പേര് വന്നിട്ട് അതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഗാലറിയിലും ചെന്ന് അത് ടിഫോ കറക്റ്റായിട്ട് ടൈ ചെയ്ത് വെക്കണം. കാരണം ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് താഴോട്ട് ഇടാനുള്ളതായതുകൊണ്ട് നമ്മൾ നേരത്തെ വന്ന് ടൈ ചെയ്ത് എല്ലാം സെറ്റാക്കി വെക്കണം. നമ്മൾ മുന്നിലുള്ള മാച്ചിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഓരോ മാച്ചിൻ്റെ പിന്നിലും ഒരുപാട് പേരുടെ കഠിന പ്രയത്നത്തിൻ്റെ കുറേ കഥകളുണ്ട്. ഇതേപോലെ ടിഫോയും ബാനേഴ്സും ഒക്കെ കുറേ ദിവസം മുന്നേ അതിൻ്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്താണ് നമ്മൾ ടി വിയിലോ അല്ലെങ്കിൽ ഫോണിലോ അല്ലെങ്കിൽ മാച്ചിന് ഇവിടെ വന്ന് കാണുന്ന രീതിയിലേക്ക് മാറുന്നത്. മറ്റു പല ടീമുകളുടെ ഫാൻസ് ചെയ്യുന്ന പോലെ കുറേ പേര് ഗാലറി വന്നിരിക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മളെ ബാനർ കിട്ടുക, മഞ്ഞപ്പട എന്നുള്ളൊരു ബാനർ പോലെ അവരൊരു ബാനർ കിട്ടുക, ആ ഒരു രീതിയിലൊന്നല്ല മഞ്ഞപ്പട ചെയ്യുന്നത്. മഞ്ഞപ്പട മാച്ചിൻ്റെ കുറേ ദിവസങ്ങൾ മുന്നേ തന്നെ ഈ മാച്ചിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്ത് അതിന് വേണ്ട വർക്ക് ചെയ്ത് ആ രീതിയിലാണ് മാച്ചിന് എത്തുന്നതും. മെമ്പേഴ്സിന് കറക്റ്റായിട്ട് ടിക്കറ്റ് എത്തിച്ച് അവരെ പല സ്ഥലത്തുനിന്നും ബസ്സുകളിൽ എന്താ പറയുക ഏകീകരിച്ച് അവരെ ബസ്സുകളിൽ ഇവിടെ കൊച്ചിയിലെത്തിച്ച് സ്റ്റാൻഡിൽ വന്നിട്ട് ചാൻഡും ബാക്കി കാര്യങ്ങളും ടിഫോയും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് കുറേ കാലങ്ങളായിട്ടുള്ള ഒരു വർക്കിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന ചാൻഡും കാര്യങ്ങളും ഒക്കെ ആ ഒരു വർക്കിൻ്റെ റിസൾട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് മഞ്ഞപ്പട ഇപ്പോൾ ഏഷ്യയിലെ തന്നെ ഒരു ബിഗ്ഗസ്റ്റ് ഫാൻ ക്ലബ്ബായിട്ട് മുന്നിട്ട് നിൽക്കുന്നത്. നമ്മൾ മുൻ മത്സരങ്ങളിലും മുൻ സീസണുകളിലൊക്കെ ചെയ്ത ടിഫോയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഏഷ്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് ടിഫോ ചെയ്തു. നമ്മൾ ഈ ഒരു സീസണിൽ നമ്മൾ ഏഷ്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് മൊസൈക്ക് പ്ലസ് ടിഫോ എന്നുള്ളൊരു സംഭവം നമ്മൾ കഴിഞ്ഞൊരു മത്സരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ എന്താ പറയുക, വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവുന്നില്ല. നമ്മൾ വർഷങ്ങളായിട്ട് എടുത്ത് എന്താ പറയുക, അത്രയും ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്ത് ഈ ഒരു എന്താ പറയുക, ഒരു കൾച്ചർ, ഫുട്ബോൾ കൾച്ചർ അല്ലെങ്കിൽ ഒരു ചാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക്, ഒരു സ്റ്റേഡിയം ചാൻഡ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ മാറ്റിയെടുത്തതാണ്. ഇപ്പോൾ ഉള്ളത് സ്റ്റേഡിയത്തിലാണ്. കാരണം പുറത്തിറങ്ങിയാൽ നല്ല ക്രൗഡും ബഹളവുമാണ്. നമ്മൾ ഉച്ചയായിട്ടേ ഉള്ളൂ സമയം, പക്ഷേ നല്ല രീതിയിൽ ഫാൻസ് എത്തിയിട്ടുണ്ട്. അറിയാലോ, മാച്ച് ടിക്കറ്റ് ഓൾറെഡി സോൾഡ് ഔട്ടാണ്. അപ്പോൾ ഞാൻ ഈ ബഹളം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റേഡിയത്തിൽ വന്നിട്ട് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഏതായാലും പുറത്തേക്ക് പോവാണ്. പുറത്തെ കുറച്ച് കാഴ്ചകളും എല്ലാവരും അഭിപ്രായവും എല്ലാവരും എത്രത്തോളം എക്സൈറ്റഡ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് പോയിട്ട് എല്ലാവരോടും ഒന്ന് ചോദിച്ചറിയാം.
ഞാനിപ്പം ജസ്റ്റ് പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. ഇപ്പം പറഞ്ഞ പോലെ തന്നെ 2:30 ആയിട്ടേ ഉള്ളൂ സമയം. 2:30 ആകുമ്പോൾ തന്നെ നല്ല ക്രൗഡാണ്. ഇപ്പം തന്നെ ഇവിടെ ക്യൂ ആയിട്ടുണ്ട്. ഉള്ളോട്ട് കയറാനുള്ള ക്യൂ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗേറ്റ്സ് ഇപ്പം ഓപ്പൺ ആയിട്ടുണ്ട്, ഏകദേശം ഓപ്പൺ ആയിട്ടുണ്ട്. കുറേ പേരൊക്കെ ഉള്ളോട്ട് കയറി തുടങ്ങിയിട്ടുണ്ട്. 3 മണി ആയിട്ടേ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ള മുന്നുള്ള മത്സരങ്ങളൊക്കെ അപേക്ഷിച്ച് ഈ മാച്ചിന് കുറച്ചുകൂടി തിരക്കുണ്ട്. അറിയാലോ, ഇന്നലെ തന്നെ ടിക്കറ്റ്സ് എല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഇന്ന് കുറച്ച് പേരുടെ അടുത്തൊക്കെ പോയിട്ട് ഇന്നത്തെ മാച്ചിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ, അവർ എത്രത്തോളം വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് വന്ന മത്സരമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാൻ പോവാണ്. ഞാൻ ഇങ്ങനെ പുറത്തു കൂടി കുറച്ച് ആൾക്കാരുടെ അഭിപ്രായമൊക്കെ ചോദിക്കാൻ നേരത്തൊക്കെ നടക്കായിരുന്നു. അപ്പോഴാണ് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ കോസ്റ്റ്യൂമിൽ ഒരാളെ കണ്ടത്. നോക്കുമ്പോൾ നമ്മുടെ ജപ്പാനിൽ വന്ന കണ്ടന്റ് ക്രിയേറ്റർ ആയ തായോ ആണ്. ഒരു ക്രിസ്മസ് സ്പെഷ്യൽ കോസ്റ്റ്യൂമിലൊക്കെ വന്നിട്ടുണ്ട്. അത് എന്താ സംഭവം ചോദിച്ചാല്, ഫസ്റ്റ് ലെഗില് അവര് 2-1 തോപ്പിച്ചു ഒന്നാമത്തത്. പിന്നെ അവര് ഭയങ്കര തല്ലും ഉള്ളു അടിയും പൊടിയൊക്കെ തേന്നിരുന്നു. അപ്പൊ ഇന്നിപ്പോ ഇനി അതിന്റെ ഒരു ഹരാക്കാരം എന്ത് വന്നാലും സ്റ്റേഡിയം ആകെ കുലുങ്ങും. അത് 100% ഉറപ്പാണ്. സ്റ്റേഡിയം ഒന്ന് ഫുള്ള് കുലുങ്ങും. ഇന്ന് ഓലേറ്റ് എങ്ങനെ വന്നാലും ഒരു 3 ഗോളിലും ജയിക്കും. കൊതറമ്പ് ഞങ്ങൾ വരും. ചെറിയൊരു വിഷമം ലൂണല്ലാത്ത വിഷമത്തിന്റെ ഒരു കാര്യം പറഞ്ഞു. നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. ലൂണ അറിയാലോ, ഇഞ്ചുറി പറ്റിയ കാരണം ലൂണ ഒരു ബ്രേക്കിലാണ്. ഏതായാലും ആ ഇഞ്ചുറി ഒക്കെ മാറി പെട്ടെന്ന് തന്നെ ലൂണ തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതേപോലെ ലൂണയ്ക്ക് ഒരു ട്രിബ്യൂട്ട് എന്നുള്ള നിലയിൽ നമ്മൾ ഈ മാച്ചിൽ സ്പെഷ്യൽ ആയിട്ട് ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും മാച്ചിന്റെ സമയത്ത് ആ ഒരു കാര്യം കൂടി നോക്കുക. ഇന്നത്തെ മാച്ച് നമ്മൾ ജയിക്കും. അത്ര തന്നെ നമ്മൾ ജയിക്കും. 2-1 ലൂണില്ലെങ്കിൽ എന്താ, നമ്മൾ കളി ജയിച്ചിരിക്കും. അത്രേ ഉള്ളൂ. എന്തായാലും ഇന്നൊരു 3 ഗോളിന് തകർക്കും. 3 ഗോളിന് പരാജയം. ഏകദേശം നല്ലൊരു ടഫ് ആയിട്ടുള്ള ഗെയിമാണ്. ജയിക്കാം. ന്യൂഇയറിന്റെ ഒരു സമ്മാനമായിരിക്കും. ലൂണ ഇഞ്ചുറി ഇല്ലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് 3 ഗോളിന് തന്നെ കൊണ്ടിട്ടു. നല്ലൊരു കളിയായിരിക്കും. മികച്ചൊരു കളിയായിരിക്കും. 2-0 കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കും. 2-0 ജയിക്കും. കുഴപ്പമില്ല, നമ്മുടെ വിപിൻ കളിച്ചോളും. കളി എങ്ങനെ ഉണ്ടാവും? ഇന്ന് ആര് ഗോൾ അടിക്കുന്നൊക്കെ പറഞ്ഞു? ഇന്ന് ഡിമിത്രിയോസ് അടിക്കും, പിന്നെ പെപ്പർ അടിക്കും. അറിയാം, നമ്മള് ലൂണയാണ് മജീഷ്യനെങ്കിലും കളിക്കുന്ന 11 പേരിലും ലൂണയുടെ ഒരു കളി ഉണ്ടാവും. അത് നമ്മൾ തിരിച്ചു കൊടുത്തിരിക്കും. നമ്മൾ തന്നെ ജയിക്കും. എത്ര ഗോളിന് ജയിക്കും നമ്മള്? ലൂണല്ല, ലൂണയ്ക്ക് പരിക്ക് പറ്റി അറിഞ്ഞായിരുന്നോ? അത് കുഴപ്പമില്ല, എന്നാലും ജയിക്കോ? ഡെയ്സുക്കി ഗോൾ അടിക്കോ? കേരളത്തിന്റെ ബസ് ഇപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, ഞാൻ ഏതായാലും സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. കാരണം
ഇപ്പം കയറിയില്ലെങ്കിൽ പിന്നെ ഇനി ഉള്ളോട്ട് കയറാൻ കഴിയും തോന്നുന്നില്ല, കാരണം അതുപോലത്തെ ക്രൗഡാണ്. സോ ഇനി സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്തേക്ക് പോയി സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ കാണാം. ഇപ്പൊ മഞ്ഞപ്പട സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, കാല് കുത്താനിടല്ലാത്തൊരു അവസ്ഥയാണ്. ഇപ്പം തന്നെ ഫുള്ളായി. 7:30 ആയപ്പോ തന്നെ ഈസ്റ്റ് ഗാലറി മാത്രമല്ല എല്ലാ ഗാലറിയും ഫുൾ ആയിട്ടുണ്ട്. അപ്പം ഈ മാച്ചിൽ പറഞ്ഞ പോലെ ഈസ്റ്റിലും വെസ്റ്റിലും സൗത്തിലും നോർത്തിലും ഒക്കെ മഞ്ഞപ്പട ഉണ്ട്. നമ്മളൊരു 7:50 8 മണി ആകുമ്പോഴേക്കിനെ നമ്മളെ ടിഫോ നമ്മൾ ഇടും. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ 2 ഗോളിന് ലീഡ് ചെയ്യാണ്. ഡിമീഡിയ പെപ്രയുടെ ഒരു അടിപൊളി ഗോളിൽ നമ്മൾ 2 ഗോളിന് ലീഡ് ചെയ്യാണ്. സ്റ്റാൻഡിലെ വൈബ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത വൈബായിരുന്നു. മുംബൈ വിറച്ചാണ് കളിച്ചത് തന്നെ പറയാം. കാരണം അതുപോലത്തെ ചാൻഡിങ്ങും കാര്യങ്ങളും ആയിരുന്നു നമ്മുടെ സ്റ്റാൻഡിൽ ഉള്ളത്. കാർത്തിക് സൂര്യ ഉണ്ട്, നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു? 2-0 നമ്മൾ ലീഡ് ചെയ്തിട്ട് ഇതിൽ കൂടുതൽ എന്ത് വേണം? മുംബൈയുടെ
എവിടെ അടിച്ചു കൊടുത്തു അത്ര ഞാൻ പറയുന്നു. മുംബൈക്കാരാണെങ്കിൽ എന്ത് പറയാൻ പറയണം? പറ്റുമോ? ജാവോ എടാ എന്താടാ മുംബൈക്കാരോട് ജാവോ ജാവോ. മുംബൈക്കാരോട് ജാവോന്നല്ല, മുംബൈക്കാരോട് നിന്നെയൊക്കെ വീട്ടിൽ ജാവോടാ എന്ന് പറയാം. ഊളത്തരത്തില് തിരിച്ച് ചോദിക്കുമെന്ന് പറഞ്ഞാ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് നമ്മൾ പൊളിച്ച് ഇനി സെക്കൻഡ് ഹാഫ് കാണും. ശരൺ ഹായ്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്? ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. നമ്മള് 2 മാസം മുമ്പ് വെൽക്കം ടു ഹെൽ പറഞ്ഞ പോലെ തന്നെ നടന്നു. We are in hell right now. നമ്മൾ ഹോപ്പ് സെക്കൻഡ് ഹാഫ് അതേപോലെ തന്നെ നടക്കും. ഇനിയും ഗോൾ Yeah, very good. 2-0. First half 2-0. എടാ ഫസ്റ്റ് ഹാഫ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ഉണ്ടായിരുന്നു. ഇനി ഗോൾ അടിക്കോ? അടിക്കും, ഇനി അടിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്? അടിപൊളിയായിരുന്നു. ഇനി അടിക്കോ? ഓ ഇനി ഒരു 2 അടിക്കും. ദിവ്യ അടിക്കും. ടീം രണ്ടെണ്ണം അടിക്കോ? രാത്രിക്ക് അടിക്കോ?
നമ്മൾ 2-0 ജയിച്ചിരിക്കുകയാണ്. മുംബൈയിൽ കിട്ടിയതിന്റെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് നമ്മൾ 2 അവർക്കിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ ഹോമിൽ വെച്ച്. നമ്മളെ ഡിമിയുടെയും പെപ്രന്റെ 2 അടിപൊളി ഗോൾ നമ്മൾ ജയിച്ചിരിക്കുകയാണ്. പിന്നെ മഞ്ഞപ്പട സ്റ്റാൻഡ് ഒരു രക്ഷയില്ലായിരുന്നു. കളിയുടെ 90 മിനിറ്റും ഫുൾ ടൈം ചാൻഡ് ആയിരുന്നു. മുംബൈ സിറ്റി എന്താ പറയാ അങ്ങ് ഇല്ലാണ്ടായി പോയി തന്നെ പറയാം. കാരണം ആ രീതിയിലുള്ള ചാൻഡിങ്ങും കാര്യങ്ങളായിരുന്നു നമ്മളെ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നത്. 90 മിനിറ്റും നിർത്താതുള്ള ചാൻഡിങ് ആയിരുന്നു. ഡയസിനൊന്നും ബോൾ കാലിൽ നിൽക്കാത്തൊരവസ്ഥയായിരുന്നു ഈ ചാൻഡിങ് കാരണം. എന്താ പറയാ ഒരു രക്ഷയില്ലായിരുന്നു. നമുക്ക് മുംബൈയിൽ കിട്ടിയതിന്റെ എല്ലാ സങ്കടവും നമ്മൾ ഈ ക്രിസ്മസ് രാവിലെ ക്രിസ്മസ് ദിവസത്തിൽ തന്നെ ക്രിസ്മസ് വരാൻ പോവാണ്. നമ്മൾ ആ ഒരു സന്തോഷത്തിൽ തന്നെ എല്ലാ എന്താ പറയാ എല്ലാ വിഷമങ്ങളും അങ്ങ് തീർത്തിട്ടുണ്ട്. മുംബൈ കിട്ടി നമുക്ക് കിട്ടിയതെല്ലാം തിരിച്ചു കൊടുത്തുകൊണ്ട്. സോ ഞാൻ ഏതായാലും ഇപ്പം കുറച്ച് പേരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ ജസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു മാച്ച്. വിചാരിച്ച പോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയോ? കാരണം കുറെ ദിവസങ്ങളായിട്ടുള്ള ഒരു കാത്തിരിപ്പായിരുന്നു ഈ ഒരു മാച്ചിന് വേണ്ടിയിട്ട്. നമുക്ക് മുംബൈയിലെ കളി കണ്ട് എല്ലാവരും ഒരു വാശിയോടെ നിൽക്കുമായിരുന്നു ഈ ഒരു മാച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട്. സോ ആ ഒരു കാത്തിരിപ്പൊന്നും വെറുതെ ആയില്ല. നമ്മളെ ഹോമിൽ വന്നു. നമ്മുടെ ഹോം നമ്മൾ അവർക്കൊരു ഹെല്ലാക്കി മാറ്റിക്കൊണ്ട് മുംബൈക്ക് എതിരെ 2 അടിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു. ഈ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഇതുവരെ ഈസ്റ്റ് കേരള ഉണ്ടായിരുന്നിട്ട് പോലും ഇന്നത്തെ ദിവസത്തെ ആ ഒരു എക്സ്പീരിയൻസ് പറയാതിരിക്കാൻ വയ്യ. അടിപൊളി. ആൻഡ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഇവരുടെ മഞ്ഞപ്പുഴയുടെ കൂടെ വിജയമാണ്. ഈ ഫാൻസിന്റെ എല്ലാ സപ്പോർട്ടും അല്ലെങ്കിൽ ആ ഫാൻസിന്റെ ആ ഒരു പ്രഷർ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മത്സരം വിജയിച്ചത്. സോ ഹാപ്പി. ഈ ഒരു ക്രിസ്മസിന് നമുക്കൊരു വലിയ ഗിഫ്റ്റ് തന്നെയാണ് കിട്ടിയത്. പലിശ അടക്കം കൊടുത്തോ? തീർച്ചയായിട്ടും നമ്മൾ ആ പലിശ തീർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ലൂണ അല്ലാത്തത് ടീമിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ലൂണ ഇല്ലാത്തതിന്റെ വേറൊരു പെർസ്പെക്റ്റീവ് ആണ് നമുക്ക് ഈ ഒരു മാച്ചിൽ കാണാൻ പറ്റുന്നത്. പോയി. അതെ, നമുക്ക് ഒരുപാട് തിരിച്ചടികൾ ആദ്യ ഹാഫിലൊന്നല്ല, നമുക്ക് ഓൾറെഡി നമുക്ക് ഒരുപാട് തിരിച്ചടികൾ വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഒരു കുഴപ്പമില്ലാതെ കൃത്യമായിട്ട് കവറപ്പ് ചെയ്ത് ഒരു മിസ്റ്റേക്ക് ഇല്ലാതെ നമുക്ക് വിജയിക്കാൻ പറ്റുന്നുള്ളത് തന്നെയാണ് ഭയങ്കര സന്തോഷം. അതെ, നിഫിത്തിന് ആദ്യ മിനിറ്റ് 10 മിനിറ്റ് ഗോൾ നേടിയ ശേഷം പുള്ളി ഇഞ്ചേർഡ് ആയി പോയി. അതും നമുക്ക് ഭയങ്കര ഒരു അതെ തീർച്ചയായും. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ മാച്ച് ജയിച്ചു. വീട്ടിലുള്ള പ്രതികാരങ്ങളെല്ലാം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ ഒരു ക്രിസ്മസ് രാവാണ്, നാളെ ക്രിസ്മസ് ആണ്. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ്.